യു എയിലെ സാധാരണ നിലയിലേക്ക് യു എ കടന്നു വരാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഡ്രോൺ ആക്രമണം വീണ്ടും ചില ഇടങ്ങളിൽ ഗൾഫ് നാടുകൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുന്നു, ഡയറക്റ്റായിട്ടുള്ള ക്ലാസുകളാണ് ആരംഭിക്കുന്നത്. ഇതുവരെ ഓൺലൈൻ ക്ലാസുകളായിരുന്നു. മുഹമ്മദ് റഹീസ് ദുബൈയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. റഹീസ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ഒരു 4 ദിവസമായി യു എ കേന്ദ്രീകരിച്ച് കാര്യമായി ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് യു എക്കെതിരായ ഒരു ആക്രമണം എന്ന നിലയ്ക്ക് മാത്രമാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. കാരണം ഇത്തരത്തിൽ യു എ ഈ ആദ്യഘട്ടത്തിലുണ്ടായ ആക്രമണത്തിന് ശേഷം ഇറാനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ രൂക്ഷമായ ഭാഷയിൽ ഇറാനെ ആക്രമിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ കാണുകയാണ് ഇന്നലെ ഖത്തർ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഇത്തരത്തിൽ കുവൈറ്റ് കേന്ദ്രീകരിച്ചും ഇറാന്റെ ആക്രമണം ഉണ്ടായത്. അതോടുകൂടി ഗൾഫ് മേഖല ഒന്നാകെ ഇറാൻ വ്യാപകമായി ആക്രമിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളായി അതിനെ കാണേണ്ടി വന്നു. അത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തു. ഇന്നലെ രാവിലെ അമേരിക്കയെ ആരൊക്കെയാണോ സഹായിക്കുന്നത് അത്തരത്തിൽ സഹായിക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കെതിരെ തങ്ങൾ തിരിച്ചടി നൽകും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ കാര്യമായിട്ടുള്ള ആക്രമണമൊക്കെയും ഉണ്ടായത്. എന്തായാലും 3 രാഷ്ട്രങ്ങളിലും ആക്രമണം ഉണ്ടായി. പക്ഷെ കാര്യമായിട്ടുള്ള ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശക്തമായി ഫലപ്രദമായി ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിഞ്ഞു എന്ന് 3 രാഷ്ട്രങ്ങളുടെയും പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗൾഫ് മേഖല ഒന്നാകെ കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏത് നേരവും ആക്രമണം ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ ആ തരത്തിൽ അതിന്റെ സുരക്ഷ പാലിച്ചു വരികയാണ്. യു എയെ സംബന്ധിച്ചിടത്തോളം അവർ ഏതാണ്ടൊരു 2 മാസത്തോളം നീണ്ടുനിന്ന ഓൺലൈൻ പഠനം അത് 2 ആഴ്ച മുൻപാണ് ഓഫ്ലൈൻ പഠനത്തിലേക്ക് മാറ്റിയത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ചയോടുകൂടി ആദ്യഘട്ടത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ വീണ്ടും അത് ഓഫ്ലൈൻ പഠനമാക്കി മാറ്റിയിരുന്നു, അത് ഓൺലൈൻ പഠനമാക്കി മാറ്റിയിരുന്നു. സ്കൂളുകളൊക്കെയും അടച്ചിരുന്നു. വിദ്യാർത്ഥികൾ ഒരു നിലയ്ക്കും അല്ലെങ്കിൽ സ്റ്റാഫുകൾ പോലും ഒരു നിലയ്ക്കും സ്കൂളിലേക്ക് എത്തരുത് എന്നുള്ള അറിയിപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ എന്തായാലും യു എയുടെ വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു യോഗം ചേരുകയും ഔദ്യോഗികമായി സ്കൂളുകൾ ഇന്നു മുതൽ തുറക്കും എന്ന് അറിയിച്ചിട്ടുമുണ്ട്. സ്കൂൾ ബസ് സർവീസുകൾ ഉണ്ടാകും. അത്തരത്തിൽ തന്നെ പൂർണ്ണ തോതിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ തന്നെ തുറക്കും. ചില യൂണിവേഴ്സിറ്റികൾ പ്രത്യേകിച്ച് ഈ വിദേശ യൂണിവേഴ്സിറ്റികൾ അവിടുത്തെ പ്രധാനപ്പെട്ട പല അധ്യാപകരും ഇപ്പോഴും അവരവരുടെ നാടുകളിലാണ്. ഈ സംഘർഷ സമയത്ത് നാട്ടിലേക്ക് പോയതിനു ശേഷം അവർ തിരികെ വന്നിട്ടില്ല. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഓൺലൈൻ പഠനം ഒരു വശത്ത് തുടരുന്നുണ്ട്, ഒപ്പം ഓഫ്ലൈൻ പഠനവും തുടരുന്നു. എന്തായാലും ഇന്ന് മുതൽ വീണ്ടും സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുകയാണ്. ഈ ഘട്ടത്തിൽ യു എ ആണ് ശരിക്കും ഒരു പ്രധാനപ്പെട്ട പോയിന്റായി മാറുന്നത്, ഇറാൻ ആക്രമിക്കുന്ന പ്രധാന കേന്ദ്രമായി മാറുന്നത്. അതിന് ഏറ്റവും നിർണായകമായിട്ടുള്ളത് അല്ലെങ്കിൽ അതിനൊരു കാരണമായി മാറുന്നത് യു എ ഈ ആദ്യഘട്ടത്തിലെ ആക്രമണത്തിന് ശേഷം എടുത്തിട്ടുള്ള ചില ശക്തമായ നിലപാടുകൾ. അതിൽ ഈ ഒപെക് പ്ലസ് ഉൾപ്പെടെയുള്ളവയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ഒപ്പം ഗൾഫ് മേഖലയെ ഒന്നാകെ കുറ്റപ്പെടുത്തുകയും അറബ് ലീഗിനെ കുറ്റപ്പെടുത്തുകയും ഗൾഫിലെ രാഷ്ട്രങ്ങളുടെ ഐക്യം തകർന്നു എന്ന് തുറന്നു പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇറാൻ ഗൾഫ് മേഖലയ്ക്ക് ഒന്നാകെയുള്ള എക്കാലത്തെയും വലിയ ത്രെറ്റാണ്, അപകടമാണ് എന്നുള്ളത് തുറന്നു പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് അമേരിക്ക ഇറാനെ പ്രകോപിപ്പിച്ചാൽ ആദ്യ ആക്രമണം ഉണ്ടാകുന്നത് യു എയിലേക്കാണ്. ആ നിലയിലേക്ക് എന്തായാലും ഇവിടുത്തെ പ്രതിരോധ മന്ത്രാലയമൊക്കെയും മാറിയിട്ടുണ്ട്. ജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നു. പക്ഷേ ഒരു കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ഒരു രാഷ്ട്രങ്ങളും പോയിട്ടില്ല. ഇറാൻ യു എ തീരെ പോയിട്ടുമില്ല. എന്തായാലും മുഹമ്മദ് റഹീസാണ് യു എയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന്. സമാധാനത്തിന്റെ പ്രതീക്ഷകൾ പശ്ചിമേഷ്യയിൽ അകലുന്നു എന്ന് മാത്രമല്ല, ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫ്രാൻസിൻ്റെയൊക്കെ തന്നെ പടക്കപ്പലുകൾ പശ്ചിമേഷ്യൻ തീരത്തേക്ക് നീങ്ങുന്നു എന്ന ആശങ്കപ്പെടുന്ന വാർത്തകൾ കൂടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.